ഹര ഹരോ ഹര. ഒരു പഴനി യാത്ര പോയാലോ? പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് 3:50 എടുക്കുന്ന ട്രെയിന് 5:40 5:50 പഴനി എത്തിച്ചേരുന്നു. ആ യാത്രയിൽ നല്ല രസകരമായ കാഴ്ചയാണ് നമ്മുടെ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ കുറേ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ട് അടിപൊളിയായി പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞ് ഉടുമലപ്പേട്ട വഴി നമ്മൾ പഴനി എത്തുന്നു. അതിരസകരമായ ഒരു യാത്രയാണ്. പണ്ട് കാലത്ത് ഇത് മീറ്റർ ഗേജ് ആയിരുന്നു, ഇപ്പോൾ ബ്രോഡ് ഗേജായി മാറിയിട്ടുണ്ട്. ടൗണാണ്. ടൗൺ കഴിഞ്ഞ് പോവാണ്. അപ്പോൾ നമ്മൾ പഴനിമല നമ്മുടെ മുരുക പെരുമാളിനെ കണ്ടിട്ട് തിരിച്ചു വരും. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മൾ പഴനി എത്തും ഈ വണ്ടി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പഴനി പോകുന്നു, മല കയറുന്നു. പറ്റുകയാണെങ്കിൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് വേഗം മറ്റേ ട്രെയിനോ അല്ലെങ്കിൽ റോപ്പ് വേ വഴി നമ്മൾ കയറുന്നു. അത് കഴിഞ്ഞിട്ട് തൊഴുത് അവിടെ നിന്ന് പറ്റുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പടി ഇറങ്ങി വരാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പഴനി എത്തിക്കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഒരു 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പഴനിയുടെ താഴ്വരത്ത് കൊണ്ടുവരും. പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദർശനത്തിനായി പോവുകയാണ്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് മുകളിലേക്കുള്ള ട്രെയിന് കയറാം എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ പഴനിയിലൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. പഴനിയുടെ അടിവാരം ചുറ്റും ഒരു ഇലക്ട്രിക്കൽ വാഹനം 1, 2, 3 അതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അതായത് അത് ഒരുപാട് ദൂരം നടക്കണ്ടല്ലോ ചുറ്റും. അപ്പോൾ ആർക്കൊക്കെ ആവശ്യമുള്ളവിടെ കയറുക, ഇറങ്ങുക, പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. വേണമെങ്കിൽ നമ്മൾ ചെറിയ ടിപ്പൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലൊരു വണ്ടി, ഇലക്ട്രിക്കൽ വണ്ടിയിൽ അങ്ങനെ കയറി ഇങ്ങനെ പോയി ആ ട്രെയിന് കയറുന്ന സ്ഥലം, മുകളിലേക്ക് ട്രെയിന് കയറുന്ന സ്ഥലം, അതിലേക്ക് പോയി വരി നിൽക്കണം. അതിന് തൊട്ട് ഇപ്പോൾ പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട്. മൊബൈൽ താഴെ വെക്കണം, മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ മൊബൈലൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ആ ട്രെയിനിൻ്റെ ക്യൂ നിന്നു. 2 വരിയുണ്ട്. ഒന്ന് മുതിർന്നവർക്ക് എന്ന് പറയും, പ്രായമായവർക്ക് ഉള്ള ഒരു ക്യൂ, അത് 50 രൂപയും സാധാരണക്കാർക്ക് 60 രൂപയും ഉള്ളൊരു ക്യൂ. ഇത് രണ്ടും ഓരോരോ ട്രെയിന് വരുമ്പം മാറി തുറന്ന് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ വരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് നേരെ പഴനിയുടെ അടുത്തെത്തിക്കുന്നു. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, കയറ്റം ഇങ്ങനെ കുത്തനെ വലിച്ച് കയറുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മുകളിലെത്തി ദർശനത്തിന് 100 രൂപയുടെ ഉണ്ട്, 10 രൂപയുടെ ഉണ്ട്, ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അത് തിരക്കിനനുസരിച്ച് റേറ്റ് മാറും. നമ്മളിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് ഒരു വൈകുന്നേരമാണ് പോയത് ഏകദേശം. അപ്പോൾ തന്നെ 8:30ആയി. 9 മണിയാകുമ്പോൾ അടയ്ക്കും. 8:15 അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് നമ്മൾ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് മുരുകൻ്റെ ദർശനം ഇപ്രാവശ്യമാണ് കുറച്ച് അടുത്ത്. ഈ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുന്നിലോട്ട് പോകും. അങ്ങനെ മുരുകപ്പെരുമാളിനെ, സന്യാസ രൂപത്തിലുള്ള മുരുകപ്പെരുമാളിനെയും കണ്ട് അങ്ങനെ തിരിച്ചു വന്നു. മുട്ടയടിക്കാൻ ആദ്യം സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അതായത് അന്ന് രാത്രി സ്റ്റേ ചെയ്ത് പുലർച്ചെ അതിരാവിലെ ആ മുട്ടയടിക്കുന്ന ഫ്രീ കൗണ്ടറിൽ പോയിട്ട് ബ്ലേഡൊക്കെ വാങ്ങി. അത് ടിക്കറ്റ് ഇപ്പോൾ ഫ്രീ ആണ്. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം പറഞ്ഞ് 100 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് മതി. എനിക്ക് മുട്ടയാണ്, ആകെ മുടിയില്ല. അതങ്ങനെ മുട്ടയടിച്ച് നമ്മൾ ചന്ദനമൊക്കെ തേച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ മടങ്ങി വന്നു. അടിപൊളി പഴനി യാത്ര. ഓം ശരവണ ഭവ.
നമ്മൾ മുരുകന് മുടി കൊടുത്തു കേട്ടോ. പഴനി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഹര മുകളിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ടും ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടും ഞാനൊന്നും എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം നമുക്ക് കാണാം.